പ്രിയമുള്ളവരെ, ഏവർക്കും വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. നമ്മുടെയൊക്കെ നാടുകളിൽ ഞായറാഴ്ചകളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി പിടിയേരി ശേഖരിച്ച് ആവശ്യത്തിലുള്ളവൻ്റെ അന്നമൂട്ടുന്ന ഒരു സംഘടന വിശുദ്ധ വിൻസെൻ്റ് പോൾ സൊസൈറ്റി. ഓരോ ദേശത്തിൻ്റെയും ആവശ്യങ്ങൾ അറിഞ്ഞ് നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്ന ഒരു സംഘടന. 1853 പോണ്ടിച്ചേരിയിൽ മിഷണറിമാർ ഈ സംഘടന കൊണ്ടുവരുന്നത്. 1863 മുതൽ ബോംബെയിൽ സ്ഥാപിക്കപ്പെട്ട വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഇന്ത്യയുടെ ഓരോ മൂലയിലും എത്തിച്ചേരുന്നു. ഓരോ കൊച്ചു ഇടവകകളിലും രൂപതകളിലും രാജ്യാന്തര തലത്തിലും അതിനുമപ്പുറത്ത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി. ഫ്രാൻസിലെ വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനം 1833 ആരംഭിച്ചതാണ് ഈ കോൺഫറൻസ്. 1813 മിലാനിൽ ജനിക്കുകയും 2 വർഷത്തിന് ശേഷം ഫ്രാൻസിൻ്റെ സൗത്തിലുള്ള ലിയോൺസിലേക്ക് കുടുംബം താമസം മാറ്റുകയും അവിടെ വളർന്നു വരുന്ന ഓസാനം ചെറുപ്രായത്തിൽ തന്നെ കത്തോലിക്ക സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ആത്മീയത കാണിക്കുന്നു. പ്രൊപ്പഗേഷൻ ഓഫ് ഫെയ്ത്തിന് വേണ്ടി അന്ന് ലിയോൺസിലുണ്ടായ ഒരു അൽമായ സംഘടനയുടെ ഭാഗമായി എഴുതുവാനും ചിന്തിക്കുവാനും ഓർഗനൈസ് ചെയ്യാനും തുടങ്ങിയ ഫ്രെഡറിക് ഓസാനം പിന്നീട് പഠനത്തിനായിട്ട് പാരീസിലെത്തിച്ചേരുന്നു. 1830കളിൽ പാരീസിലെത്തിച്ചേർന്ന സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ നിയമ വിദ്യാർത്ഥിയായിരുന്ന ഫ്രെഡറിക് ഓസാനം തൻ്റെ കൂട്ടുകാരുമൊത്ത് നമ്മൾ ഇന്ന് കാണുന്ന ക്ലബ് ഹൗസുകൾ പോലെ ചർച്ച ചെയ്യാനായിട്ടൊരു കൂട്ടായ്മയുണ്ടാക്കി. നല്ല ചിന്തകൾ വളർത്താൻ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി വലിയ ചർച്ചകൾ ചെയ്യുന്നു. അത് പിന്നീട് കോൺഫറൻസ് ഓഫ് ഹിസ്റ്ററി. ഫ്രെഡറിക് ഓസാനം സഭയുടെ ആദ്യകാല ചരിത്രത്തിലും മധ്യകാല ചരിത്രത്തിലും അവഗാഹം നേടിയവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ചർച്ചകൾ സഭയുടെ ചരിത്രത്തിൽ നിന്ന് പിന്നീട് സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയിലേക്ക് വളരുന്നു. അങ്ങനെയുള്ളൊരു കോൺഫറൻസിൽ കത്തോലിക്ക സഭയുടെ ആധികാരികത പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റ് കൂട്ടുകാർ ഫ്രെഡറിക്കിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, ലോകത്തിൽ കത്തോലിക്ക സഭ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഇന്ന് ഇവിടെ ഈ പാരീസിൽ നിങ്ങളുടെ സഭ എന്താണ് ചെയ്യുന്നത്? ആ ഒരു ചോദ്യം ഒരു വെല്ലുവിളിയായി ഫ്രെഡറിക് ഓസാനമിൻ്റെ ഹൃദയത്തിൽ പതിച്ചു. ഇന്ന് പാരീസിൽ പരസ്നേഹ പ്രവർത്തികൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ചെയ്യാനായിട്ട് ഫ്രെഡറിക് ഓസാനവും മറ്റു കൂട്ടുകാരും കൂടി ഇറങ്ങുന്നു. അവരെ സഹായിക്കുന്നത് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന വിൻസെൻ്റ് പോൾ തുടങ്ങിയ സഹോദരിമാരുടെ സഭയിലാണ്. അവിടുത്തെ അന്നത്തെ പാരീസിലെ സുപ്പീരിയർ സിസ്റ്റർ റോസലി റോന്ത്യൂ അന്ന് പാരീസിൻ്റെ സ്ലമ്മുകളിൽ പാവപ്പെട്ടവരെ സഹായിച്ചു കൊണ്ടിരുന്നവരാണ്. അന്ന് കോളറ പിടിപെട്ട പാരീസ് പട്ടണത്തിലേക്ക് ഈ വിദ്യാർത്ഥികൾ ഇറങ്ങുന്നു. അവിടെ തൊട്ട് അവർ പരസ്നേഹ പ്രവർത്തികൾ ആരംഭിക്കുന്നു. ഈ പരസ്നേഹ പ്രവർത്തികളാണ് പിന്നീട് വളർന്ന് പന്തലിച്ച് 153 രാജ്യങ്ങളിൽ ഒത്തിരി സേവനങ്ങളായി സഭയുടെ കാരുണ്യത്തിൻ്റെ മുഖമായി പരസ്നേഹത്തിൻ്റെ മുഖമായിട്ട് പടർന്ന് പന്തലിച്ചത്. അവർക്ക് ഈ സ്പിരിറ്റ് ലഭിച്ചത് വിശുദ്ധ വിൻസെൻ്റ് പോളിൽ നിന്നാണ്. 1600കളിൽ പാരീസിൻ്റെ തെരുവോരങ്ങളിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ, തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, ജയിലിൽ അടയ്ക്കപ്പെട്ടവർക്ക് അവരെയൊക്കെ മാനസാന്തരപ്പെടുത്താനും അവർക്ക് ധ്യാനങ്ങൾ നൽകുകയും അവരെ പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനും വേണ്ടി വിശുദ്ധ വിൻസെൻ്റ് പോൾ ആരംഭിച്ച ഉപവി പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണത്. അവിടെ നിന്ന് പാരീസിലെ പരസ്നേഹ പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ചെയ്യാനായി വിശുദ്ധ വിൻസെൻ്റ് പോൾ തുടങ്ങുന്നതാണ് വലിയ വിൻസെൻഷ്യൻ കുടുംബം. അതിലെ ആദ്യത്തെ ഘടകമാണ് അച്ഛന്മാരും അൽമായ സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന 1624 ആരംഭിക്കുന്ന കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ. ഇവരെയാണ് പിന്നീട് നമ്മൾ വിൻസെൻഷ്യൻ അച്ഛന്മാർ അല്ലെങ്കിൽ ലാസറിസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ലാസറിൻ്റെ മക്കൾ, ലാസറിൻ്റെ പോലെയുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ അവരെ പിന്നീട് ലാസറിസ്റ്റ് എന്ന് നമ്മൾ വിളിച്ചു. ഈ സേവനം കണ്ട് വിശുദ്ധ വിൻസെൻ്റ് പോളിനോടൊപ്പം സഹകരിച്ച് കടന്നു വന്നതാണ് വിശുദ്ധ ലൂയി മരിലാക്ക്. വിശുദ്ധ ലൂയി മരിലാക്കിനോട് ചേർന്നാണ് വിൻസെൻ്റ് പോൾ 1633 ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഉപവിയുടെ സഹോദരിമാരുടെ കോൺഗ്രിഗേഷൻ തുടങ്ങുന്നത്. ഇവരാണ് പാരീസിൻ്റെ തെരുവോരങ്ങളിൽ ഉപവി പ്രവർത്തനങ്ങളുമായിട്ട് വളർന്നത്. അത് ലോകം മുഴുവൻ പന്തലിക്കുന്നു. വിശുദ്ധ വിൻസെൻ്റ് പോളിന് ഈ ഉപവിയുടെ ആശയം ലഭിക്കുന്നത് സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്ന, ദൈവസ്നേഹത്തിൻ്റെ വീണ എന്നറിയപ്പെടുന്ന
വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൽ നിന്നാണ്. ഫ്രാൻസിസ് ഡി സാലസ്, ജെയിൻ ഫ്രാൻസിസ് ഡി ഷന്താളമ്മ എന്ന് നമ്മൾ വിളിക്കുന്ന ഇവർ രണ്ടുപേരും ഫ്രാൻസിൻ്റെ സൗത്തിൽ അനസിയിലായിരുന്നു. സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലുമായിട്ട് സേവനം ചെയ്തിരുന്ന ഫ്രാൻസിസ് ഡി സാലസിൽ നിന്നും ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പരസ്നേഹം, ആ ഒരു ചൈതന്യം വിൻസെൻ്റ് ഡി പോളിന് ലഭിക്കുന്നു. വിൻസെൻ്റ് ഡി പോൾ പാരീസിലെത്തി സേവനം തുടങ്ങുമ്പോൾ അടിമകളെ മോചിപ്പിക്കാൻ ജയിലിലുള്ളവരെ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അവരെ രക്ഷിക്കുവാനായിട്ടുള്ള പരസ്നേഹ പ്രവർത്തനങ്ങൾ, ദൈവസ്നേഹത്തിൽ നിന്നൊഴുകുന്ന പരസ്നേഹത്തിൻ്റെ തീവ്രത പാരീസിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അതിനെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കുന്ന ഒരു മിഷൻ ആരംഭിക്കുന്നു. ഇതിന് പുതുമുഖം നൽകുന്നതാണ് ഫ്രെഡറിക് ഓസാനം. 1813 ജനിച്ച് വെറും 40 വർഷം മാത്രം ജീവിച്ച് 1853 ഫ്രാൻസിൻ്റെ സൗത്തിലുള്ള മർസേയിൽ മരണമടയുന്ന ഫ്രെഡറിക് ഓസാനത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ കർമലൈറ്റ് സെമിനാരിയുടെ കപ്പേളയിലാണ്. അത് ഇന്നിരിക്കുന്ന കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ നടുക്ക് 1625 വിശുദ്ധ യൗസേ പിതാവിൻ്റെ നാമത്തിൽ പണിയപ്പെട്ട് വെഞ്ചിരിക്കുന്ന പള്ളി, സ്പെയിനിൽ തുടങ്ങിയ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയിൽ നിന്ന് ആരംഭിച്ച നിഷ്പാദുക സഭയെ പാരീസിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് താമസിക്കാൻ ഈ സ്ഥലം കൊടുക്കുകയും അവിടെ അവർ പണിത ഈ ദേവാലയത്തിൽ 1792 സിവിൽ അച്ഛന്മാർ രൂപീകരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ എതിർത്ത് നിന്ന 165ഓളം അച്ഛന്മാരെ ജയിലിലടച്ച സ്ഥലമാണത്. 115 അച്ഛന്മാരെയും ബിഷപ്പ്മാരെയും കത്തികൊണ്ട് കഴുത്തറത്ത് കൊന്ന ആ രക്തസാക്ഷികളുടെ മണ്ണിലാണ് ഈ ചേപ്പലിരിക്കുന്നത്. ഈ കപ്പേളയിലാണ് ഫ്രെഡറിക് ഓസാനാമിൻ്റെ ബോഡി ഇരിക്കുക. ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചു കപ്പേളയാണ്. ആ കപ്പേളയുടെ ഏറ്റവും നടുക്കായിട്ട് വച്ചിരിക്കുന്നത് ഫ്രെഡറിക് ഓസാനാമിൻ്റെ കബറിടമാണ്. അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഫ്രെഡറിക് ഓസാനാമിൻ്റെ കബറിടം. കോൺഫറൻസ് ഓഫ് സൊസൈറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ തുടങ്ങിയ വ്യക്തി. അതിൻ്റെ മുകളിൽ പാവപ്പെട്ടവനെ സഹായിക്കുന്ന, കോളറ പിടിച്ച് മരിക്കാൻ പോകുന്ന രോഗിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഫ്രെഡറിക് ഓസാനാമിൻ്റെ പടം. നല്ല സമരിയാക്കാരൻ്റെ ചിത്രം അതിൻ്റെ ഒരു വശത്തുണ്ട്. ആ നല്ല സമരിയാക്കാരനിൽ നിന്ന് വളരുന്ന സഭയുടെ ഉപവിയുടെ മുഖമാണ് അതിൻ്റെ പിന്നിലുള്ള ചിത്രത്തിൽ നമ്മൾ കാണുക. ഫ്രെഡറിക് ഓസാനം ഇന്നും പാരീസിൻ്റെ നടുക്ക് കിടക്കുകയാണ്. ലോകത്തിന് മുഴുവൻ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മുഖം വിളിച്ചോതിക്കൊണ്ട്. ഓസാനാമിൻ്റെ പ്രത്യേകത, അവൻ വലിയ തത്വചിന്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു, അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച വലിയൊരു വക്കീലായിരുന്നു. നിയമം പഠിക്കാൻ പാരീസിൽ വന്ന് പാരീസിൽ നിന്ന് ആർട്സിലും നിയമത്തിലും പിന്നീട് ലിറ്ററേച്ചറിലും ബിരുദാനന്തര ബിരുദം നേടിയ ഫ്രെഡറിക് ഓസാനം സഭയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ജീവിച്ചവനാണ്. അവൻ തുടങ്ങിയ പത്രമാണ് ന്യൂ ഏജ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ സഭയ്ക്ക് പുതിയ മുഖം കൊടുക്കണം, സഭ സ്റ്റേറ്റിൽ നിന്ന് വേർപെട്ട് സിംഹാസനവും അൾത്താരയും തമ്മിലുള്ള ബന്ധത്തെ വേർപ്പെടുത്തി പാവങ്ങളുടെ സഭയായി വളരണമെന്ന് മാർപ്പാപ്പയോട് പോലും അപേക്ഷിച്ചുകൊണ്ട് പുതുമുഖത്തിലേക്ക് സഭയെ വളർത്താനായിട്ട് പരിശ്രമിച്ച ഫ്രെഡറിക് ഓസാനം സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരിക്കുമ്പോൾ ആൻറ്റി ക്ലെറിക്കലിസത്തിൽപ്പെട്ട എല്ലാ പ്രൊഫസർമാരുടെയും നടുക്ക് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി വാദിക്കുകയും അന്നത്തെ സഭയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ, ജർമ്മൻ സഭയുടെയും മറ്റും ചരിത്രം പഠിപ്പിക്കുമ്പോൾ യൂറോപ്പിൻ്റെ അടിത്തറ, ബാർബേറിയൻസിനെ സിവിലൈസ്ഡ് ആക്കി മാറ്റിയത്, യൂറോപ്പിനെ ഒരു വലിയ സംസ്കാരമായിട്ട് വളർത്തിയത് കത്തോലിക്ക സഭയാണെന്ന് ഊന്നിപ്പറയാൻ മടി കാണിക്കാതിരുന്ന ഫ്രെഡറിക് ഓസാനം കൊണ്ടുവരുന്നത് സഭയുടെ വലിയ കാരുണ്യത്തിൻ്റെ മുഖമാണ്. സഭയെ പ്രകീർത്തിച്ചവൻ, അവനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത് പാരീസിൻ്റെ ലോകം മുഴുവൻ പ്രശസ്തമായിട്ടുള്ള നോത്രദാം കത്തീഡ്രലിലെ 1997 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ കത്തോലിക്ക സഭയുടെ കാരുണ്യത്തിൻ്റെ മുഖം പ്രകാശിക്കുകയായിരുന്നു. Nous déclarons que dorénavant le vénérable Frédéric Ozanam peut être appelé bienheureux.
അന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു. അവരെല്ലാവരും ആർത്ത് ഘോഷിച്ചത് സഭ അന്നും ഇന്നും പാവപ്പെട്ടവരോടൊപ്പമാണ്. സഭ അന്നും ഇന്നും സ്നേഹത്തിൻ്റെ ഗീതയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.